ഹായ്, ഒരു മിക്സ്ഡ് തോരൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. എന്നും ഒരേ തരം തോരനൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചെറുപയർ മുളപ്പിച്ചത്, 1 കപ്പ് ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 കപ്പ് ക്യാരറ്റ്, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മുളപ്പിച്ച പയറായതുകൊണ്ട് ഇതിന് ഒരുപാട് വേവില്ല, വളരെ കുറച്ച് മാത്രം വേവേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓവറായിട്ട് ഇത് വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് പയറിന് മാത്രം ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കി വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ടേ അതിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ പയർ വെന്ത് വരുന്ന ടൈം കൊണ്ട് തോരൻ ആവശ്യമായിട്ടുള്ള തേങ്ങ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തു. ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം. ഞാനൊരു 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പയർ ഏകദേശം കുക്കായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട്, അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടി ചേർക്കാം. ക്യാരറ്റ് 1/2 കപ്പ് അരിഞ്ഞതുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചെറുപയറിന് ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ചേർത്ത വെജിറ്റബിൾസിനും കൂടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാള വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഞാൻ കുറച്ച് സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീട്രൂട്ടും ക്യാരറ്റും ഓവറായിട്ട് കുക്കായി പോകണ്ട. ഇപ്പോൾ എല്ലാം ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ആ തേങ്ങ കൂടി ഒന്ന് കുക്കായി വരണം. അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് ആയി. നല്ലതുപോലെ ആവി കയറി അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. അതൊരു പ്രത്യേക മണമാണ്. വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.